അപ്പോൾ ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മ സ്നേഹിച്ച് വളർത്തുന്ന കോഴിയൊക്കെ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ കാണാതെ 2-3 ചേവലിനെ നമ്മളങ്ങ് പൊക്കിയിട്ടാ. നല്ല നാടൻ ചേവലാണ്, നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു. ഒരു 3 എണ്ണത്തിനെ നമ്മൾ പിടിച്ചിട്ട് എന്താക്കി, സ്കൂട്ടാക്കി. അപ്പോൾ നമ്മളെ പണി തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ ആരോഗ്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു 25 ദോശ നമ്മൾ കഴിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ വെട്ടിക്കൂട്ടിയ ചേവലിൽ മസാല കൊടുക്കുന്ന പരിപാടിയാണ് ഇട്ടാ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ലേശം തൈര് ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അടിക്കണം. ഈ ചെങ്ങായി രാവിലെ ഞാൻ ദോശ തിന്നുമ്പോൾ വന്ന് കാവൽ തുടങ്ങിയതാണ്. ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇറച്ചിയിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും സവാളയും തൈരൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ വളയിട്ട കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യിച്ച് അവർക്കും എന്തെങ്കിലുമൊക്കെ പണി കിടക്കട്ടെ എന്ന്. അപ്പോൾ എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ 2 വിസിലടിപ്പിക്കാനായിട്ട്. ഇറച്ചി കൂടുതലുണ്ടായിരുന്നു, 2 കുക്കർ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ആ കുക്കറോട് വിസിലടിക്കേണ്ടത് നമുക്കിവിടെ മസാല ഉണ്ടാക്കാം. ഗ്രാമ്പു, ഏലക്ക, പട്ട, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ മസാല ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അപ്പോഴേക്കും നമ്മളെ കുട്ടികളൊക്കെ അക്ഷമനായിട്ട് ഇവിടെ കാത്തിരിക്കൽ തുടങ്ങിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മ മാങ്ങയിട്ട് വന്നു. 5 മാസം മുന്നേ എടുത്ത് വെച്ച മാങ്ങയാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇട്ട് അതിലേക്ക് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ വൈഫും എല്ലാവരും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ പെങ്ങൾ വന്നിട്ടാണ്. പെങ്ങളൂട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കൽ തുടങ്ങി. അവൾ പിന്നെ എല്ലാ കാര്യം തിരക്കാൻ ഉഷാറാണ്. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് തക്കാളി ഇടുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മളെ മോള് വന്നിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ബിരിയാണി ഇട്ട് വെപ്പാന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അര ഇടിച്ച് പിഴിയാൻ ഭയങ്കര കഴിവുള്ള ആളാണ് നമ്മളെ പൊണ്ടാട്ടി. അവളെ കൊണ്ട് തന്നെ നമ്മൾ നാരങ്ങ നന്നായിട്ട് ഇടിച്ച് പിഴിച്ച്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാല ഇടണം. നമ്മളെപ്പോഴും പറയുന്ന പോലെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്ക് ഓരോ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാല നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് പിന്നെ നമ്മൾ തൈര് ഒരു 200 ഗ്രാം തൈര് ഇട്ട്. അപ്പോഴേക്കും നമ്മളെ വീട്ടിലെ ചെറിയ രാജകുമാരി എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാലയിലിട്ട് പുരട്ടുകയാണ്. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ സെറ്റായി, റൈസ് ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ദമ്മിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മേലെ റൈസൊക്കെ ഇട്ട് നല്ല പൈനാപ്പിളൊക്കെ കുറച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് നെയ്യ് ഒഴിച്ച് 6 kg ഒഴിച്ചിട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ കിട്ടുള്ളൂ കേട്ടോ ദമ്മിടാൻ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റിന് ശേഷം നമ്മളെ ബിരിയാണി ദമ്മ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ആവണം. അപ്പോഴാണ് ബിരിയാണിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ വിളമ്പാൻ പോവുകയാണ്. എല്ലാവർക്കും ഓരോ സ്നേഹത്തോടൊപ്പം ഓരോ കുണ്ടൻ പാത്രത്തിൽ നമ്മൾ ബിരിയാണി ആക്കിയിട്ട് എല്ലാ പാത്രത്തിലേക്കും നമ്മൾ എന്ത് ചെയ്ത് പകർന്നു കൊടുത്ത്. അങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മൾ വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അത് നന്നാവേണ്ടത് നമ്മളെ പ്രസ്റ്റീജ് ഇഷ്യൂവിൻ്റെ ഭാഗമാണ്. അപ്പോൾ എങ്ങനെയായാലും ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് പാത്രത്തിലാക്കി കൊടുത്ത് ഓരോരുത്തരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേക സന്തോഷട്ടാ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ആദ്യത്തെ വിളമ്പൽ എൻ്റെ ഉമ്മച്ചിക്കാട്ടെ. എൻ്റെ ഉമ്മച്ചി കഴിഞ്ഞിട്ടുള്ള ബന്ധം എനിക്ക് ആരേറ്റുള്ളൂ. ഉമ്മച്ചി കഴിക്കണമെന്ന് നോക്കി കുടുംബാംഗങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തമ്പനയിലൊക്കെ തന്ന് എല്ലാവരും ഉഷാറായി എന്ന് പറഞ്ഞ് അതിൻ്റെ ഗ്യാപ്പിൽ നമ്മളും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ചെറിയ അനിയനും വലിയ അനിയനും മക്കളും അവൻ്റെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. പെങ്ങളൊക്കെ നല്ല തട്ടുന്നുണ്ട്. മോള് എപ്പോഴും പ്ലേറ്റ് കൊണ്ട് മുഖം മറക്കുന്ന സ്വഭാവം അവൾക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയായാലും മക്കളും കൊച്ചുമക്കളൊക്കെ കൂടിയിട്ട് ഈ ഒരു മഴക്കാലത്തുള്ള വെക്കേഷനും അവരെ ഫുഡും കാര്യങ്ങളും അതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കൂട്ടത്തിൽ എൻ്റെ പൊണ്ടാട്ടി ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ.